ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സൺസെറ്റ് കാണാൻ പോവാണ് കേട്ടോ. സൺസെറ്റ് കാണാൻ കുറച്ച് ദൂരെ പോകണം കേട്ടോ. ഈ കാണുന്നതാണ് ഗാന്ധി മെമ്മോറിയൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭാരത് മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. സൺസെറ്റ് കാണാനായിട്ട് നേരത്തെ പോവുകയാണെന്ന് വെച്ചാൽ നടന്നു പോവാം, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ പിടിച്ച് പോകണം. കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൺസെറ്റ് കാണാണ്. അപ്പം അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. പോണ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ട് രാവിലെ സൺറൈസ് കാണണം. ഞങ്ങൾ ചപ്പാത്തിയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയിട്ട് വേഗം ഉറങ്ങിയതിന് ശേഷം നാളെ സൺറൈസസ് കാണണം. അങ്ങനെ സൺറൈസ് കാണാനായിട്ട് വന്നിരിക്കണേ. കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു. വിവേകാനന്ദ പാർക്കിൻ്റെ അവിടെയാണ് സൺറൈസ്. സൺറൈസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് റോക്കിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ റോക്ക് പോയിട്ട് കാണായിരുന്നു. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് വീണ്ടും റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇനി നീറ്റിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകണം. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അവിടുത്തെ കുറച്ച് സാധനങ്ങളും കൂടി കാണിച്ചു തരാനുണ്ട്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. ദേവിക്ക് ചാർത്താനുള്ള പൂവും തുളസിമാലയാണിത്. അങ്ങനെ അവിടെ തൊഴുതിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നേരെ റോക്കിലേക്ക് പോവാണ്. റോക്കിലേക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങൾ 4 hour ക്യൂ നിന്നു.
4 o'clock വരുള്ളൂ റോക്കിലേക്ക് എൻട്രി. അങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണിത്. റോക്കിലേക്ക് പോണ ബോട്ടിൻ്റെ പേര് ഫെറി ബോട്ട് എന്നാണ്. അവിടുന്ന് നന്നായിട്ട് സീ കാണാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഇനി ഫെറി ബോട്ട് വന്നിട്ട് റോക്കിലേക്ക് പോകണം. റോക്കിലേക്ക് പോണ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.